അതെ, എന്താണിപ്പോ എന്തിനൊക്കെ പറയുന്നേ? എനിക്ക് പറയാനുള്ളത്, എന്റെ മോന്റെ കല്യാണം ഉറപ്പില് ആറ്റു നോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. എന്റെ കല്യാണം ബാക്കി രണ്ടെണ്ണം അച്ഛൻ എന്താ പറയാ കുഞ്ഞിനച്ച? എനിക്കൊന്നും പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും നടത്തിയാ മതി, പരിപാടി ഒന്നും കഴിഞ്ഞിട്ട് സമാധാനം. നിനക്കോ നിന്റെ പറയാനുള്ള? ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നോക്കാം എന്താവും. ഡമാർ പടാ. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഒരു പട്ടാളക്കാരൻ സൈഡ് പോരെന്ന് പറഞ്ഞ് കയ്യിലുള്ള ലാത്തി കൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ ആഞ്ഞടിച്ചു. പേടിച്ച ഡ്രൈവർ വണ്ടി ഒന്നും കൂടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞങ്ങൾ എത്തി ഗൈസ്. നല്ല നല്ല കാര്യങ്ങൾ പറയൂ, നല്ല നല്ല കാര്യങ്ങൾ. റൂമൊക്കെ അടിപൊളി, യാത്രയൊക്കെ സുഖമായിരുന്നു. ഡ്രൈവർ ഒരാളെ ഉണ്ടായിരുന്നു, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഡ്രൈവർ ആകെ ടയേർഡാ. അതുകൊണ്ട് നേരെ ബാത്റൂമിൽ പോയിട്ടുണ്ട്. നോക്ക്, ശരിക്കും അടച്ചിട്ടില്ലെങ്കിൽ കാണും. പൊക്കിക്കാ ചേച്ചാ. ഞങ്ങളവിടെ വിളിച്ചോളാം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതെ, എങ്ങനെയെങ്കിലും എത്തിയൊന്നും കുഴപ്പമില്ല. ഇവിടെ എത്തിയപ്പോ ഭയങ്കര 2 റൂമാ കിട്ടിയേ. അതെന്താന്നറിയോ, എനിക്ക് എന്റെ കൊച്ചിന്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കണായിരുന്നു രാത്രിയില്. ഗായ്സ്, അപ്പൊ അങ്ങനെ ഞാൻ എത്തി. ബൈ. ഇനി നാളെ മോർണിംഗ് കാണാം. ജസ്റ്റിൻ പോയപ്പോ ജസം പോയപ്പോ എടുക്കണ്ടേ ഗേസ്? അച്ചാച്ചൻ ഫോട്ടോഷൂട്ടിന് പോയി ഗേസ് എന്നൊക്കെ പറയണ്ടേ? ഗുഡ് മോർണിംഗ് ഗൈസ്. മോർണിംഗ്. ബ്ലാക്ക് കോഫി ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. സുഖമായിട്ട് ഉറങ്ങി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട്? മൂക്കൊക്കെ തട്ടിച്ച? ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഗൈസ്. ഫൈനലി അവനെത്തി, ഉണ്ണി. ഞങ്ങൾ വ്ലോഗ് എടുക്കാണ്.
ഫുഡ് കഴിക്കാൻ പോവാണ്. ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷൻ എന്റെ നെഞ്ചു കൊല്ലിങ്ങനെ ഞാനിപ്പോ കേട്ടു. ഫുഡ് കഴിക്കാൻ പറ്റില്ല. നല്ല വണ്ടിക്കോ ആദ്യസിന്റെ വേളിൽ കൂടെ പോകണം. അങ്ങനെ ഞങ്ങൾ ടൈം എടുത്തോണ്ടിരിക്കുകയാണ്. മേക്കപ്പ് റൂമിലാട്ടോ ഗേസ്. ചേട്ടന്റെ കല്യാണത്തിന് ഒരുക്കത്തില്ല. നിന്റെ വന്ന് ഓഫാക്കാനോ? നടക്കൂലല്ലോ. ഉണ്ണിക്കുട്ടനെ കണ്ടില്ല. ഞാൻ മുടി മാറ്റി കൊടുക്കും. ഇതിനൊക്കെ ഒട്ടിച്ചു മൂക്കലൊക്കെ തട്ടിക്ക് ഇങ്ങനെ എല്ലാം ഗ്യാപ്പ് ഇടാതെ നെറ്റിയുടെ ഇടയിലൊക്കെ ഇടുന്നു. താടിയില്ലാത്തതിന്റെ ഗുണം അച്ചാച്ചൻ വെക്കുന്നല്ലേ? എല്ലാം ചെയ്തിട്ടാണ്. നമ്മളുടെ അവിടെ ഞങ്ങളുടെ ചെക്കൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഒരുക്കത്തില്ല. കറക്റ്റായല്ലോ. താടി ഇതാണ് വെക്കരുത് പറയുന്നത്. ഞാൻ കൊണ്ട് താടിയൊക്കെ അതുകൊണ്ടാണല്ലേ അതല്ല ഞാൻ ഭർത്താവിന്റെ മോൻ കണ്ടിട്ട് ഞാൻ മേക്കപ്പ് കിട്ടല്ലേ. ഈ ചീഞ്ഞത് ഞങ്ങൾ തമാശ. ജസ്റ്റ് ഇങ്ങനെ അടിക്കണ്ടോ? അതിന് കുഴപ്പമില്ല. എന്താ അധികം തേക്കണ്ടോ? പൊടികൾ നിൽക്കുന്നു ഗായ്സ്. ഞങ്ങൾ ഇറങ്ങി ഗായ്സ്. എനിക്ക് ടെൻഷൻ, എനിക്ക് ടെൻഷൻ. അയ്യോ വലിയപ്പയ്ക്ക് ടെൻഷൻ. ഇവിടെ എല്ലാം വീഡിയോ എടുത്ത് നോക്കാം. ബാക്കി ബൈ ബൈ ബൈ. ആൾക്കാരായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കല്യാണ ഫോട്ടോ ഉഷാറാക്കിയാൽ വലിയപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഇങ്ങനത്തെ ഒരു മുഹൂർത്തം ഞങ്ങൾ കുറെ നാൾ ആഗ്രഹിച്ച. അതെ. എന്താ പറയാനുള്ളേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണ നിശ്ചയം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ആ മുഹൂർത്തം വന്നെത്തി. ഓക്കെ, ഹാപ്പി അല്ലേ? ഞാൻ മോൻ വരുന്നതാ. ഇനി വരാമോ ബ്രോ? വരാമോ? ആദ്യം ബ്രോ സെന്ററിലിരിക്കുന്നു. ചിരിച്ചിരിക്കട്ടെ. ചിരിച്ചിരിക്കട്ടെ. മാറില് ചാവലാനിക്കട്ടെ. മുസ്തഫേനൊരു പാൻറ്റിന്റെ കോട്ടൊക്കെ പറയാം. എല്ലാവരും ഉണ്ട്. എന്റെയോ ഒന്നും ഒത്തില്ല. ഇല്ല എന്തായാലും
നമുക്ക് അതിന്റെ കുറച്ച് സംവിധാനം ഉണ്ടാക്കാം. എല്ലാവരും കൂടെ നോക്കണം. നല്ല പപ്പിച്ചോട് നേരെ ഒരു സ്റ്റെപ്പ് കൂടെ നീക്കിട്ട് എല്ലാവരും നോക്കിക്കോട്ടെ ചിരിച്ച് ആരാധിക്കുന്നു. നമ്മളായിരിക്കുന്നിടത്തൊക്കെ ദൈവമക്കൾ പോകുന്നിടത്ത് ആരാധനയ്ക്ക് അത്യാവശ്യമാണല്ലോ. ഇത്തരത്തിൽ ഡിവൈൻ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിൽ